എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജ്യോതി എസ്. ഈ കഴിഞ്ഞ HSA മാത്സ് മലപ്പുറം ജില്ലയിൽ ലിസ്റ്റിൽ 20ാമത്തെ റാങ്കാണ് എനിക്ക് ലഭിച്ചത്. ഞാനിപ്പോൾ DHSS ഒതുക്കുങ്കൽ മലപ്പുറം ജില്ലയിൽ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ ഈ വിജയത്തിൻ്റെ ഫുൾ ക്രെഡിറ്റും ഞാൻ തിരുവനന്തപുരം വിവേകാനന്ദ മാത്സ് അക്കാഡമിയിലെ ഗോപാലകൃഷ്ണൻ സാറിന് നൽകുന്നു. എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ HSA എന്ന് പറയുന്നത് എൻ്റെ അവസാന അവസരമായിരുന്നു. ഞാൻ കുറേ നാൾ ബാംഗ്ലൂർ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഹസ്ബൻഡിൻ്റെ ജോലി സംബന്ധമായിട്ട് ഞാൻ 2020 ട്രിവാൻഡ്രത്ത് എത്തിയതാണ്. എൻ്റെ ഒരു പഠന കാലാവധിയൊക്കെ പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം സെറ്റ് പരിശീലനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പല പ്രാവശ്യം തിരുവനന്തപുരത്ത് ക്ലാസ് എടുക്കുന്ന ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ക്ലാസ്സുകളെക്കുറിച്ച് മുൻപ് കേട്ടിരുന്നു. പക്ഷേ പത്തനംതിട്ടക്കാരിയായ എനിക്ക് തിരുവനന്തപുരത്ത് വന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ എനിക്ക് സാറിൻ്റെ ആ ഒരു പേര് എനിക്ക് മുൻപേ അറിയാമായിരുന്നു. ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് എത്തിയപ്പോൾ ആദ്യം തിരഞ്ഞ ഒരു പേര് എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണൻ സാറിൻ്റെ പേരായിരുന്നു. അങ്ങനെ ഞാൻ 2020 ഡിസംബറിൽ സാറിൻ്റെ ക്ലാസ്സുകൾ ജോയിൻ ചെയ്തു. സാറിൻ്റെ ഒരു അധ്യാപന രീതിയെക്കുറിച്ച് പറഞ്ഞാൽ, വിഷയത്തിലുള്ള അഗാധ പാണ്ഡിത്യമാണ് സാറിനുള്ളത്. അതായത് ഓരോ കൺസെപ്റ്റും നമുക്ക് മനസ്സിലാക്കി തരുന്നതോടൊപ്പം ആ കൺസെപ്റ്റിൽ നിന്നുള്ള ഓരോ പ്രോബ്ലംസിനും ഉള്ള ഷോർട്ട് കട്ടുകൾ കൂടി നമുക്ക് പറഞ്ഞു നൽകുന്ന ഒരു രീതിയാണ് സാറിൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ക്ലാസ്സുകൾ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സഹായകമായിട്ടുള്ളത്. അത് എൻ്റെ വിഷയങ്ങൾ, അതായത് ഞാൻ കുറച്ച് കുറേ നാളായിട്ട് ടച്ചില്ലായിരുന്ന ഭാഗങ്ങൾ കൂടി പോലും എനിക്ക് ആ ഒരു രീതിയിൽ എനിക്ക് ക്ലാസ്സുകൾ ലഭിച്ചപ്പോൾ എനിക്കതെല്ലാം പഠിച്ചെടുക്കാനെ കൊണ്ട് സാധിച്ചു. അപ്പം ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും, അതായത് ഈ അധ്യാപന പരീക്ഷ തയ്യാറെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഏറ്റവും നല്ല ഒരു ചോയ്സാണ് തിരുവനന്തപുരം വിവേകാനന്ദ മാത്സ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ക്ലാസ്സുകളും. അതായത് സാറിനോടൊപ്പമുള്ള യാത്ര തുടങ്ങിയാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഒരു അവസരം എൻ്റെ വിജയത്തിന് ഇത്രയും സഹായകമായ സാറിനുള്ള നന്ദിയായിട്ട് ഞാൻ ഈ ഒരു അവസരം നന്ദി രേഖപ്പെടുത്തുന്നതായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു.